സത്യമായിട്ട് എനിക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനലിൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എൻ്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിന് വിറ്റിട്ടാണെങ്കിലും കാശ് മുഖ്യം എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കാര്യം നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഈ പഴയ ഇന്റർവ്യൂ കട്ട്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട് ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ലൈക്ക് എല്ലാവരും ചിലപ്പോൾ അന്ന് ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഹോം ടൂറോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരുമാതിരി കൊനസ്റ്റ് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഇപ്പോഴും അവരത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, ഇവളെയും അറസ്റ്റ് ചെയ്യണം, ഇവളെയും ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇന്റർവ്യൂ കട്ട്സ് ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് പിന്നെയും റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിച്ചച്ചട്ടിയും കൈയിട്ട് വരി റീച്ച് ഉണ്ടാക്കല്ലേ.